Friends. എന്ത് സർപ്രൈസ് ഉണ്ടെന്ന് അവൻ പറഞ്ഞത്? പ്രിൻസ് എന്നോടും അങ്ങനെ പറഞ്ഞാ ഫോൺ വെച്ചത്. അപ്പോ എന്തോ കാര്യമുണ്ടല്ലോ. ഷടാ, ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ആ, ഏതായാലും ഇപ്പോൾ വരുമല്ലോ, നമുക്ക് ചോദിക്കാം. ഇനി അവൻ പുതിയ സൈക്കിൾ വാങ്ങിയോ? നീ ഒന്ന് അടങ്ങന്റെ ആദം, അവൻ ഇപ്പോ വരുമല്ലോ. ദേ വരുന്നു സർപ്രൈസുകാരൻ. ഹായ് ഫ്രണ്ട്സ്. പ്രിൻസേ, നീ എന്ത് സർപ്രൈസ് ഉണ്ടെന്നാ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞത്? അതെ, ഞങ്ങൾ ഇത്രയും നേരം അതേപറ്റി സംസാരിക്കുകയായിരുന്നു. പറയാം. 2 വർഷങ്ങൾക്ക് ശേഷം ഡാഡി നാട്ടിലേക്ക് വരുന്നുണ്ട്. ഹായ്, നല്ല വാർത്തയാണല്ലോ. അതെ അതെ, നമുക്കതൊന്ന് ആഘോഷിക്കണം. എന്താ ചായ, വലിയ സന്തോഷത്തിലാണല്ലോ. അല്ല, ഞാൻ ആ കാര്യം തോമസിനോട് പറഞ്ഞില്ലല്ലേ. എന്ത് കാര്യമാ ചായ? എന്റെ മകൻ ആൽബർട്ടോ വിദേശത്തുനിന്ന് അടുത്ത ദിവസം എത്തും. ആഹാ, കൊള്ളാമല്ലോ. ഞാൻ ഈ കാര്യം അറിഞ്ഞതേ ഇല്ല. ഞാൻ ഈ തിരക്കിനിടയ്ക്ക് പറയാൻ വിട്ടുപോയതാ തോമസേ. ആൽബർട്ടോ പോയിട്ടിപ്പോ ഏതാണ്ട് 1.5 വർഷമായി കാണും അല്ലേ? 1.5 തോമസേ, കൃത്യം 2 വർഷം. 2 വർഷമായി അവൻ പോയിട്ട്. നമുക്ക് വേഗത അല്പം കുറഞ്ഞിട്ടുള്ളൂ. കാലത്തിന്റെ വേഗതയ്ക്ക് ഒരു കുറവുമില്ല. അതെ, ഇനിയിപ്പോ മോനെ വരവേൽക്കാനുള്ള തിരക്കായിരിക്കും അല്ലേ ചായ? ആ, 2 വർഷത്തിന് ശേഷമുള്ള വരവല്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒരുക്കണ്ടേ? പിന്നെ വേണ്ടേ. എന്നാ നമുക്ക് ഇന്നത്തേക്ക് പിരിഞ്ഞാലോ? ശരിയാ ചായ, ആയിക്കോട്ടെ. അച്ചായൻ അടുത്ത ദിവസം വരുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാനും അങ്ങനെ ഒരു ലോകത്താണ് മോളെ. അച്ചായൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയതുപോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ മിക്കവാറുമുള്ള ഫോൺ വിളിയും ആ ദൂരം കുറച്ചു. അതെ അമ്മച്ചി, പ്രിൻസ് മോൻ സന്തോഷം കൊണ്ട് നിലത്തൊന്നും അല്ലല്ലോ. അതെ, ഡാഡി വരുന്ന കാര്യം എല്ലാവരെയും അറിയിക്കാനായി രാവിലെ തന്നെ സൈക്കിളും എടുത്ത് പോയിട്ടുണ്ട്. അവർക്കും സന്തോഷമാവും, കാരണം ആൽബർട്ടോയുമായി അവരും വലിയ കൂട്ടല്ലായിരുന്നോ? കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോ അവർക്കും എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണല്ലേ? ഇപ്പോൾ എല്ലാവരും അതിനെപ്പറ്റിയുള്ള സംസാരമായിരിക്കും അവിടെ. ഇനിയപ്പോൾ പ്രിൻസിനെ കുറച്ചു ദിവസത്തേക്ക് നോക്കണ്ടല്ലോ അല്ലേ? അതെന്താ അതും നീ അങ്ങനെ പറഞ്ഞത്? അതല്ല, ഡാഡി ഇത്ര നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്നതല്ലേ? ആദ്യത്തെ 1-2 ദിവസം അല്പം തിരക്കായിരിക്കും. അത് കഴിഞ്ഞെല്ലാം പഴയതുപോലെ ആവില്ലേ? പ്രിൻസ് ഇല്ലാതെ ഒരു രസവും കാണില്ല. അതെ ഫ്രണ്ട്സ്, ഡാഡി വരുന്ന ദിവസം നിങ്ങളും വരണം. നിങ്ങൾക്ക് ഡാഡി എന്തോ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഹായ്, ആണോ? പിന്നല്ലേ, പ്രിൻസിന്റെ ഡാഡി ഒന്ന്
വന്നാൽ മതിയായിരുന്നു. ഫ്രണ്ട്സ്, മമ്മി എന്നെ കുറെ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എങ്കിൽ ശരി പ്രിൻസ്, നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ, നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്. ഫെലിക്സോ? ഹായ് ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പാ, ഇത് എവിടെ പോയിട്ട് വരുന്ന വഴിയാണ്? ഞാൻ നമ്മുടെ തോമസിനെ കണ്ടിട്ട് വരുന്ന വഴിയാണ് മോനെ. ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്കാ ഗ്രാൻഡ്പാ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ മോനെ? വേണ്ട ഗ്രാൻഡ്പാ, നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ. ഞാൻ എന്നാൽ വേഗം ചെല്ലട്ടെ. അല്ല, ഇതെന്താ അത്ര ധൃതി? ഗ്രാൻഡ്പാ, ഇന്നലെ ആയിരുന്നു ബില്ല് ഫൈനോട് കൂടി അടക്കേണ്ട അവസാന ദിവസം. ഇനിയും താമസിച്ചാൽ അവർ വന്ന് ഫ്യൂസ് ഊരും. മോനെ. അതെ ഗ്രാൻഡ്പാ, ഞാൻ എന്നാൽ ചെല്ലട്ടെ. മോനെ, നിനക്ക് വേറെ കാശിന്റെ ആവശ്യം എന്തെങ്കിലും? ഇല്ല ഗ്രാൻഡ്പാ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം. ഞാൻ ചെല്ലട്ടെ. ശരി മോനെ. പ്രിൻസിന്റെ ഡാഡി പോകുന്നതിന് മുമ്പ് പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നന്നായി പഠിക്കണം, നമ്മുടെ കൂട്ട് വേർപെട്ടു പോകരുത്, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കണം. ശരിയാ, അങ്കിളിന് നമ്മളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അടുത്ത ദിവസം കാണാമെന്ന് ഓർക്കുമ്പോ ഭയങ്കര സന്തോഷം. എന്റെ ഡാഡിയെ കണ്ട കാലം ഞാൻ മറന്നു. നിന്റെ ഡാഡി പോയിട്ട് എത്ര വർഷമായി? 3 വർഷം. അതിനിടെ ഒരിക്കൽ പോലും വന്നിട്ടില്ലേ? ഇല്ല, എപ്പ വിളിച്ചാലും തിരക്കാണ്, ലീവില്ല എന്നൊക്കെയാ മറുപടി. ഷോ, കഷ്ടം. ഡാഡിക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമൊന്നും കാണില്ലേ? തിരക്കായതുകൊണ്ടായിരിക്കും ആദം. എന്ത് തിരക്ക്? ഞാൻ ഡാഡിയെ കണ്ടിട്ട് എത്ര നാളായി. ഡാഡിക്ക് മാത്രം എന്താ ലീവ് കിട്ടാത്തത്? ഗ്രാൻഡ്പാ മോന്റെ മുറിയിൽ വന്നപ്പോ മോൻ വലിയ തിരക്കിലായിരുന്നല്ലോ. ഗ്രാൻഡ്പാ മുറിയിൽ വന്നിരുന്നോ? മോൻ അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ ഡാഡി വരുമ്പോൾ ഡാഡിക്ക് കൊടുക്കാനുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റിനുള്ള പണം എണ്ണുകയായിരുന്നു. അതെവിടുന്നാ പണം? ഉടുക്ക പൊട്ടിച്ച പണം. ആ, ഇപ്പോഴാ ഓർത്തത്. മോന്റെ ഫ്രണ്ട് ഫെലിക്സിനെ വരുന്ന വഴി ഞാൻ കണ്ടിരുന്നു. ഫ്യൂസ് ഊരാതിരിക്കാൻ പൈസ അടയ്ക്കാനായി അവൻ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ഓടുകയായിരുന്നു. എത്ര കഷ്ടം അവന്റെ കാര്യം, ഇത്ര ചെറിയ പ്രായത്തിൽ. എന്നാൽ ഗ്രാൻഡ്പാ, ഡാഡിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വെച്ച പൈസ നമുക്ക് അവന് നൽകിയാലോ? അവനതൊരു ആശ്വാസമായിരിക്കും. കൊള്ളാം മോനെ. ഇതിൽ കൂടുതൽ സന്തോഷമുള്ളൊരു ഗിഫ്റ്റ് മോന്റെ ഡാഡിക്കിനി കിട്ടാനില്ല. നമുക്ക് അടുത്ത ദിവസം തന്നെ ഫെലിക്സിനെ പോയൊന്ന് കാണാം ഗ്രാൻഡ്പാ. ശരി മോനെ.
അമ്മച്ചി എന്താ ഈ ആലോചിക്കുന്നത്? ഞാൻ ആൽബ്രട്ടോയുടെ കുട്ടിക്കാലത്തെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ആഹാ, കേൾക്കട്ടെ കേൾക്കട്ടെ. അതെ മോളെ, ആൽബ്രട്ടോ ചെറുപ്പത്തില് വലിയ കുസൃതിയായിരുന്നു എന്ന് പറഞ്ഞ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറം. എന്നിട്ട് ഞാനും അപ്പച്ചനും പരാതികൾ കേട്ട് കേട്ട് ഒരു വിധമായി. അവസാനം നമ്മുടെ ഇടവകയിലെ ഒരു അച്ഛനെ കൊണ്ട് ആഹാ വെള്ളം തളിപ്പിച്ചു. അതിൽ പിന്നെയാണ് മോളെ പിന്നെ മുതിർന്നപ്പോ ഈശ്വര വിശ്വാസവും പക്വതയും സഹാനുഭൂതിയും എല്ലാമുള്ള ഒരാളായി മാറി. അച്ചായന്റെ ഈ കഥ ഞാൻ ഇപ്പോഴാ അറിയുന്നത്. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം. സ്റ്റെഫി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വല്ലാത്ത മടുപ്പ്. ശരിയാ. ഏതായാലും പ്രിൻസ് വരാൻ സാധ്യത കുറവാ. ഏതായാലും നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. ഞാൻ ഇന്നലെയും ഡാഡിയെ വിളിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഓ, എന്ത് പറയാൻ, പഴയ മറുപടി തന്നെ. ബിസിയാണ്, വരാൻ ലീവില്ല. അതെ, അത് തന്നെ. എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നു. ലീവ് കിട്ടുമ്പോ അധിക ദിവസം വന്ന് നിന്റെ കൂടെ നിൽക്കാനായിരിക്കും ഇപ്പോൾ ലീവ് എടുക്കാത്തത്. ആ, എന്താന്ന് വെച്ചാൽ ആവട്ടെ. നമുക്കെന്നാൽ പ്രിൻസിന്റെ വീട്ടിലേക്ക് പോയാലോ? അവിടെ അവന് എന്തെങ്കിലും ഒരു സഹായമാകും. ആ, അത് ശരിയാ. ഞാൻ വരണോ? ഒരു മൂടില്ല. നീ ഇല്ലാതെ എങ്ങനെയാ ഞങ്ങൾ പോകുന്നത്? എന്തെങ്കിലും പണിയുണ്ടേൽ വേറെ ആരാ അതൊക്കെ ചെയ്യാൻ? ഹായ് ആന്റി. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. പ്രിൻസുമാൻ പുറത്തു പോയിരിക്കുക. നിങ്ങള് ഗ്രാൻഡ് പേയുടെ അടുത്ത് ചെല്ലൂട്ടോ. ഹായ് ഗ്രാൻഡ് പാ. ആഹാ, ആരൊക്കെയായത്? ഗ്രാൻഡ്പാ, ആൽബ്രട്ടോ അങ്കിൾ വരുന്നതിന്റെ സന്തോഷത്തിലല്ലേ? പിന്നല്ലേ, എത്ര നാളിന് ശേഷമാ കാണാൻ പോകുന്നത്. ഞങ്ങളും ആ ത്രില്ലിലാണ് ഗ്രാൻഡ് പാ. എന്താ ആദം, ഒരു വിഷമം പോലെ? ഏയ്, ഒന്നുമില്ല ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പാ, പ്രിൻസ് എവിടെ പോയതാണ്? പ്രിൻസ് മോൻ നിങ്ങളുടെ ഫ്രണ്ട് ഫെലിക്സിനെ കാണാൻ പോയതാണ്. കുറച്ചു നേരമായി പോയിട്ട്. വരാൻ താമസിക്കുമോ? ഏയ്, താമസിക്കില്ല. പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞാ പോയത്. ഒത്തിരി നന്ദിയുണ്ട് പ്രിൻസേ. അതൊന്നും സാരമില്ല ഫെലിക്സ്. പൈസ ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് നീ എനിക്കിത് തന്നത്. പൈസ ആവശ്യത്തിനുള്ളതല്ലേ ഫെലിക്സ്? എനിക്കിതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുമ്പോൾ നിന്റെ മുൻപിലെത്തുന്ന പാവങ്ങളെ നീയും സഹായിക്കണം. തീർച്ചയായും പ്രിൻസ്. ഞാനെന്നാൽ വീട്ടിലേക്ക് ചെല്ലട്ടെ ഫെലിക്സ്. വേഗം വരാമെന്നും പറഞ്ഞാ ഞാൻ ഇറങ്ങിയത്. ശരി പ്രിൻസേ, കാണാം. ഇത്ര നിസാര കാര്യത്തിനാണോ ആദം നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ഗ്രാൻഡ്പാ എന്റെ ഡാഡി എന്നെ കാണാൻ വരാത്തത്?
മോനെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് മോന്റെ ഡാഡിക്ക് അവിടെ ഉള്ളത്. മാത്രമല്ല, ബോണ്ട് പ്രകാരം 3 മാസം അവിടെ നിൽക്കേണ്ടി വരും. മോനും കൂടി വേണ്ടിയിട്ടല്ലേ ഡാഡി അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? അത് ശരിയാണ്. മോൻ പറയുന്നതെല്ലാം അവിടെ ആയിരുന്നാലും ഡാഡി സാധിച്ചു തരുന്നുണ്ടല്ലോ. അതും ശരിയാണ്. നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? അതൊരു ഉപമയല്ലേ ഗ്രാൻഡ്പാ? മിടുക്കി. ഇതുമായി ബന്ധപ്പെട്ട ആ കഥ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കഥയോ? ഇല്ല ഗ്രാൻഡ്പാ. എന്നാൽ നിങ്ങളും ശ്രദ്ധിച്ചു. ഒരു അനാഥാലയത്തിൽ ഒട്ടനവധി കുട്ടികൾ അന്തേവാസികളായി ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ തണുപ്പുകാലം ആരംഭിച്ചു. മരം കോച്ചുന്ന തണുപ്പ്. പക്ഷേ ആ കുട്ടികൾക്ക് പുതപ്പുണ്ടായിരുന്നില്ല. ഉള്ള വസ്ത്രം തന്നെ തണുപ്പകറ്റാൻ പര്യാപ്തമല്ലായിരുന്നു. ബെർണാഡോ എന്നൊരു മനുഷ്യസ്നേഹിയായിരുന്നു ആ അനാഥാലയത്തിന്റെ സ്ഥാപകൻ. ഒരിക്കൽ അദ്ദേഹം തെരുവിലൂടെ പോകുമ്പോൾ ഒരു വസ്ത്രവ്യാപാരശാല കാണുമാറായി. അവിടെ അടുക്കി വെച്ചിരിക്കുന്ന കമ്പിളിപ്പുതപ്പുകൾ അദ്ദേഹത്തിന്റെ കണ്ണിലുടക്കി. കമ്പിളിപ്പുതപ്പുകൾ പകുതി വിലയ്ക്ക് എന്ന ബോർഡ് കണ്ട് അദ്ദേഹം ആഗ്രഹിച്ചു. ഇവ തന്റെ കുട്ടികൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. അദ്ദേഹം അത് നോക്കി കുറെ അധികം നേരം അവിടെ നിന്നു. വാങ്ങാൻ ഒരു ചില്ലിക്കാശ് പോലുമില്ലെങ്കിലും അദ്ദേഹം കുറെ അധികം കമ്പിളിപ്പുതപ്പുകൾക്ക് ഓർഡർ നൽകി. പകുതി വില വെച്ച് അദ്ദേഹത്തിന് 150 പവൻ കൊടുക്കേണ്ടതായി ഉണ്ടായിരുന്നു. അനാഥാലയത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം വല്ലാതെ പരിഭ്രമിച്ചു. പിറ്റേന്ന് പണം നൽകണം. അദ്ദേഹം ഉള്ളൊരുകി പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ. പിറ്റേന്ന് പ്രഭാതത്തിൽ ബെർണാഡോയ്ക്ക് ഒരു തുണിസഞ്ചി ലഭിച്ചു. അതിൽ 150 പവനും ഒരു കത്തും ഉണ്ടായിരുന്നു. 150 പവൻ ഒരു നല്ല മനുഷ്യൻ ആ അനാഥാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ആദത്തിന് കഥ ഇഷ്ടമായോ? ഇഷ്ടമായി ഗ്രാൻഡ്പാ. എനിക്ക് ഡാഡിയോടുണ്ടായിരുന്ന സ്നേഹക്കുറവെല്ലാം മാറി. ഇതാണ് മോനെ ഉപമാ കഥകളുടെ ശക്തി. ഇവ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നു, ചിന്തകളെ പവിത്രമാക്കുന്നു, ജീവിതത്തെ പൂർണ്ണമാക്കുന്നു. Prince and Friends.